ഏവർക്കും നമസ്കാരം. മഹാഭാരതം കഥാവായനയുടെ 12ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദുര്യോധനൻ്റെ വിഭ്രാന്തിയൊക്കെ കണ്ട് ആകെ അസ്വസ്ഥനായി, ഇന്ദ്രപ്രസ്ഥമൊക്കെ കണ്ട് ആകെ ഖിന്നനായി ദുഃഖിതനായി ദുര്യോധനൻ അങ്ങനെ മൂഢനായി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മാവൻ ശകുനി ദുര്യോധനൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, ദുര്യോധന, എന്താണ് നിൻ്റെ പ്രശ്നം? നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? പറയൂ. ദുര്യോധനൻ പറഞ്ഞു, അമ്മാവ, ഇന്ദ്രപ്രസ്ഥത്തിലെ ധാടിമോടികൾ അമ്മാവൻ കണ്ടില്ലേ? പാണ്ഡവന്മാരുടെ പ്രതാപം കണ്ടില്ലേ? അവർക്ക് വില പിടിച്ച രത്നങ്ങളും സ്വർണങ്ങളും വസ്ത്രങ്ങളും മറ്റും കാഴ്ചവെച്ച് എല്ലാ രാജാക്കന്മാരും ബഹുമാനിക്കുന്നത് കണ്ടില്ലേ? അവരുടെ പദവിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ എത്ര നിസ്സാരനാണ്. എനിക്കിങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ തീയിൽ ചാടി മരിക്കും, അല്ലെങ്കിൽ വിഷം കഴിച്ചു മരിക്കും. ശത്രുവിൻ്റെ സമൃദ്ധി കണ്ട് മനസ്സമാധാനത്തോടെ എങ്ങനെയാണ് ജീവിക്കുക? എനിക്ക് എല്ലാ കാര്യത്തിലും അവരെക്കാൾ കൂടുതൽ കഴിവുണ്ട്, പൗരുഷമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ധർത്തരാഷ്ട്രർ ഇടിയുന്നു, പാണ്ഡവർ ഉയരുന്നു. അവിടെ വെച്ച് എന്നെ പരിഹസിച്ച് ദ്രൗപദിയും കൂട്ടരും ചിരിച്ചത് അമ്മാവൻ കണ്ടില്ലേ? എനിക്ക് അതോർത്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ പൗരുഷം നിഷ്ഫലം തന്നെ. എൻ്റെ ഹൃദയം തീയിൽ കിടന്ന് പൊരിയുകയാണ്. അമ്മാവ, ഞാൻ ജീവനൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇത് കേട്ട് ശകുനി പറഞ്ഞു, ദുര്യോധന, നീ പാണ്ഡവരിൽ അമർഷം കൊണ്ടത് കണ്ട് കാര്യമില്ല. അവർ ജയിക്കുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട്. കൗശലം പ്രയോഗിച്ച് നമുക്കവരെ ജയിക്കാം. അവരുടെ പ്രതാപം എടുക്കാം. അവരുടെ ധനവും രാജ്യം തന്നെയും നമ്മുടെ കൈവശത്താക്കാം. ദുര്യോധനൻ നിരാശ കൈവടിഞ്ഞ് ഉത്സാഹഭരിതനായി ശകുനിയോട് ചോദിച്ചു, എന്ത്? അവരുടെ ധനവും രാജ്യവുമൊക്കെ നമ്മുടെ കൈവശത്തിലാക്കണമെന്നോ? എന്താണ് അമ്മാവ അതിനുള്ള വഴി? അവിടുന്ന് എന്താണ് പറയുന്നത്? ശകുനി പറഞ്ഞു, യുധിഷ്ഠിരൻ ചൂതുകളിൽ വലിയ ഭ്രമമുള്ള ആളാണ്. എന്നാൽ അതിൽ ചാതുര്യമില്ല താനും. അവനെ ചൂതിന് വിളിച്ചാൽ നീ ഒഴിഞ്ഞു മാറുകയില്ല. ഒഴിഞ്ഞു മാറുന്നത് രാജധർമ്മവുമല്ല. നീ അവനെ ചൂതാടാൻ വിളിക്കുക. ഞാൻ നിനക്ക് വേണ്ടി കളിക്കാം. എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ യുധിഷ്ഠിരനെ പരാജയപ്പെടുത്താം. അവൻ്റെ ധനവും രാജ്യവും നിനക്കായി നേടിത്തരാം. ഇതെല്ലാം നിൻ്റെ അച്ഛനോട് പറയുക. അദ്ദേഹം സമ്മതിച്ചാൽ നമുക്ക് ചൂത് കളിച്ച് നിശ്ചയമായും അവരെ തോൽപ്പിക്കാം. ശകുനിയും ദുര്യോധനനും കൂടി ധൃതരാഷ്ട്രരെ സമീപിച്ചു. ശകുനി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ പ്രിയപുത്രൻ്റെ സ്ഥിതിയൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. ദുര്യോധനൻ ഊണും ഉറക്കമില്ലാതെ ക്ഷീണിതനായിരിക്കുന്നു. മനോവ്യാധിയാൽ അവൻ മരണത്തിൻ്റെ മടിത്തട്ടിൽ കിടക്കുകയാണ്. അവൻ്റെ ഹൃദയവ്യഥയനുസരിച്ച് അങ്ങ് ഒന്നും ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ധൃതരാഷ്ട്രർ പറഞ്ഞു, മകനെ ദുര്യോധന, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളും സ്ഥിതി ചെയ്യുന്നത് നിന്നിലല്ലേ? നിനക്കെന്താണ് കുറവ്? എന്തിൻ്റെ കുറവാണെന്ന് അച്ഛൻ ചോദിക്കുന്നു. പാണ്ഡവന്മാരുടെ പ്രതാപ ഐശ്വര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്കെന്താണുള്ളത്? ഒന്നുമില്ല. ഞാൻ വെറും തേണ്ടി. രാജസൂയം നടന്നപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ട കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിനെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഭാരതമെമ്പാടുമുള്ള രാജാക്കന്മാർ പാണ്ഡവർക്കുള്ള കപ്പം കൊടുക്കുന്നു. അവർ കൊണ്ടുകൊടുത്ത കാഴ്ചദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കാൻ പോലും സാധ്യമല്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ടെടുത്തോളം ഐശ്വര്യവും സമൃദ്ധിയും ഇന്ദ്രലോകത്ത് പോലും ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം കണ്ട് എൻ്റെ ഉള്ളു ചുട്ടുനീറുന്നു. ശകുനി പറഞ്ഞു, രാജാവേ, ദുര്യോധനൻ പറയുന്നതിൽ കാര്യമുണ്ട്. പാണ്ഡവന്മാരുടെ വളർച്ച അസൂയാർഹമാണ്. അവരെ ജയിക്കാൻ എളുപ്പമായൊരു മാർഗമുണ്ട്. യുധിഷ്ഠിരൻ വലിയ ചൂതുകളി പ്രിയനാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചാൽ അയാൾ നിരസിക്കുകയില്ല. അദ്ദേഹം ചൂതുകളിയിൽ തോൽപ്പിച്ച് അവരുടെ സമ്പത്തൊക്കെ നമുക്ക് നേടിയെടുക്കാം. ദുര്യോധനൻ പറഞ്ഞു, അച്ഛാ, അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ? അമ്മാവനെപ്പോലെ അക്ഷജ്ഞനായ ചൂതുകളിക്കാരനായ ഒരാൾ ഈ ലോകത്തില്ല. അമ്മാവൻ യുധിഷ്ഠിരനെ പരാജയപ്പെടുത്തി അവൻ്റെ സമ്പത്ത് മുഴുവൻ രാജ്യവും നമുക്ക് നേടിത്തരും, അച്ഛൻ അനുവദിച്ചാലും. ധൃതരാഷ്ട്രർ പറഞ്ഞു, വിതുരൻ ബുദ്ധിമാനായ മന്ത്രിയാണ്. അവനുമായി ആലോചിച്ച് ഞാൻ തീരുമാനമെടുക്കാം. വിതുരനുമായി ആലോചിച്ചാൽ നിശ്ചയമായും അദ്ദേഹം അങ്ങേ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അച്ഛൻ ചൂതുകളിക്ക് സമ്മതിച്ചെങ്കിൽ ഞാൻ തീർച്ചയായും മരിക്കും. എൻ്റെ മരണശേഷം അച്ഛൻ വിതുരനോടൊപ്പം പോയി സുഖമായി വാഴുക. എന്നെക്കൊണ്ട് ഇനി അച്ഛൻ ഇനി എന്താണ് കാര്യം? ദുര്യോധനൻ്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അത് അവൻ മരണത്തിനിടയാക്കിയേക്കുമെന്ന് ഭയന്ന് ധൃതരാഷ്ട്രർ മനസ്സോടെ അവനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു, ശരി, ഏതായാലും ചൂതുകളിക്ക് ആവശ്യമായ മനോഹരമായൊരു സഭ പണിയുക. അത് തീർന്നു കഴിയുമ്പോൾ എന്നെ അറിയിക്കണം. യുധിഷ്ഠിരനെ ക്ഷണിക്കുന്ന കാര്യം പിന്നീട് ആലോചിക്കാം.
ധൃതരാഷ്ട്രർ വിതുരനുമായി ഈ കാര്യം ആലോചിക്കാൻ തീരുമാനിച്ചു. വിതുരർക്ക് ആളയച്ചു. വിതുരൻ ജ്യേഷ്ഠൻ്റെ മുമ്പാകെ എത്തി. യുധിഷ്ഠിരനുമായി ചൂതാട്ടം നടത്തുന്നതിനുള്ള ദുര്യോധനൻ്റെ ആഗ്രഹം അറിയിച്ചു. വിതുരൻ പറഞ്ഞു, ജ്യേഷ്ഠ, ചൂതുകളി മൂലം മക്കൾ തമ്മിൽ ഇടയാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേയ്, അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട. പാണ്ഡവന്മാരോട് ദുര്യോധനാദികൾ ഇടയാൻ ഇടയുണ്ടാകില്ല. ഞാനും നീയും ഭീഷ്മരും ദ്രോണരും മറ്റും ഉള്ളപ്പോൾ അവർ തമ്മിൽ ശണ്ട കൂടാൻ ഇടയാവുകയില്ല. വിതുരൻ കൂടുതലൊന്നും പറയാതെ ഭീഷ്മരുടെ അടുത്തേക്ക് പോയി. ധൃതരാഷ്ട്രരുടെ കൽപ്പന പ്രകാരം സഭാമന്ദിരത്തിൻ്റെ പണി തുടങ്ങി. അനേകം ശില്പികളുടെ ശ്രമഫലമായി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സഭയുടെ പണി പൂർത്തിയായി. ദുര്യോധനൻ ഈ വിവരം ധൃതരാഷ്ട്രനെ അറിയിച്ചിട്ട് യുധിഷ്ഠിരനെ ചൂതാട്ടത്തിന് ക്ഷണിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു. ധൃതരാഷ്ട്രർ പറഞ്ഞു, മകനെ, നമുക്ക് ഈ ചൂത് വേണ്ട. വിതുരൻ അതിനെതിരാണ്. അവൻ മഹാബുദ്ധിമാനും എല്ലാം അറിയുന്നവനുമാണ്. ചൂത് നിമിത്തം പിണക്കമുണ്ടാവും. പിണങ്ങിയാൽ നാട് കെടും. പരിപുഷ്ടമായ ഒരു രാജ്യം നിന്റെ അധിപനാണല്ലോ. നീ അതുകൊണ്ട് തൃപ്തിപ്പെടുക. പരദ്രവ്യത്തെ ആഗ്രഹിക്കുന്നത് നന്നല്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് മാത്രമേ സുഖം ലഭിക്കുകയുള്ളൂ. ദുര്യോധനൻ പറഞ്ഞു, അച്ഛാ, പാണ്ഡവന്മാർ കാരണം ഞാൻ സന്താപിക്കുന്നു. സന്താപം ആര് നൽകുന്നുവോ അവർ ശത്രുക്കളാണ്. ഒരേ കാര്യത്തിൽ താല്പര്യമുള്ളവരാണ് പരസ്പരം ശത്രുക്കൾ, മറ്റാരുമല്ല. ശത്രുപക്ഷം വർദ്ധിക്കുന്നത് കൊണ്ട് മിണ്ടാതിരിക്കാൻ, അതുമൂലം നശിപ്പിക്കാനുമുള്ള രോഗം അതിനെ പിടിപെടും. എന്നെക്കാൾ എല്ലാ തരത്തിലും വലിയവരായി തീർന്നിരിക്കുന്ന പാണ്ഡവന്മാരെ ശത്രുക്കളായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുകയുള്ളൂ. ക്ഷത്രിയൻ്റെ ശക്തി പ്രവർത്തിച്ചു വിജയിക്കുന്നതിലാണ്. പ്രവർത്തിക്കുക എന്നുള്ളത് അവൻ്റെ കടമയാണ്. അധർമ്മമോ ധർമ്മമോ എന്നുള്ള ചിന്ത സ്വന്തം കടമ നിർവഹിക്കുന്നതിൽ സ്വീകാര്യമല്ല. ഒരാൾ നേടിയ സമ്പത്ത് മറ്റൊരാൾ അപഹരിച്ചെന്ന് വരാം. രാജധർമ്മം അങ്ങനെയാണ്. പാണ്ഡവന്മാരുടെ സമ്പൽ സമൃദ്ധി എനിക്കുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും എനിക്കത് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ നിലയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, മകനെ, ബലവാന്മാരുമായുള്ള വൈര്യം എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല. വൈര്യമനോഭാവം മാറ്റുക. നീ ചിന്തിക്കുന്നത് അനർത്ഥമുണ്ടാക്കുന്ന അർത്ഥവത്തായ കാര്യങ്ങളൊന്നും തന്നെയില്ല. അത് തീവ്രമായ കലഹത്തിൻ്റെ മാർഗമാണ്. അച്ഛാ, പണ്ടുള്ളവരും ചൂതുകളിൽ ഏർപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ട് യുദ്ധവും നാശവും സംഭവിച്ചിട്ടുണ്ടോ? അമ്മാവൻ പറഞ്ഞ കാര്യം അച്ഛൻ കൈക്കൊള്ളുക. അമ്മാവൻ വിതുരനെപ്പോലെയുള്ള ആളല്ല. നമുക്ക് ദോഷമുണ്ടാക്കുന്നതൊന്നും അമ്മാവൻ ഉദ്ദേശിക്കുകയില്ല. വിതുരൻ നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് ഭാവിക്കുന്നെങ്കിലും മനസ്സാകെ പാണ്ഡവരുടെ കൂടെയാണ്. അച്ഛൻ യുധിഷ്ഠിരനെ ക്ഷണിക്കുക. ധൃതരാഷ്ട്രർ പിന്നീടൊന്നും ആലോചിച്ചില്ല. മകൻ്റെ ഇംഗിതം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാം ദൈവേച്ഛയെന്ന് കരുതി. ഉടൻ തന്നെ വിതുരനെ വരുത്തി. രാജപുത്രനായ യുധിഷ്ഠിരനെ എൻ്റെ കൽപ്പനപ്രകാരം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരിക. നാം പുതുതായി പണിത സഭ യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരുടെ കൂടി വന്ന് കാണട്ടെ. പിന്നെ സൗഹൃദപൂർവ്വം ചൂതുകളിൽ നടക്കട്ടെ. രാജകൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥനായ വിതുരൻ രാജാവിനോട് പറഞ്ഞു, ഭവാന്റെ ആജ്ഞ അപകടം വരുത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കുലനാശകരമായ ഈ ചൂതുകളിൽ ലോകം മുടിക്കും. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഒരാപത്തും സംഭവിക്കുകയില്ല. എല്ലാം വിധിയുടെ കൽപ്പനയാണ്. ഒന്നും സ്വതന്ത്രമല്ല. എല്ലാം ആ മഹാശക്തിയുടെ ഇഷ്ടം. അതുകൊണ്ട് നീ ഉടൻ തന്നെ പോയി പാണ്ഡവന്മാരെ കൂട്ടിക്കൊണ്ടുവരിക. വിതുരൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. പാണ്ഡവർ തങ്ങളുടെ ഇളയച്ഛനെ വാത്സല്യത്തോടെ ഉപചരിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ധൃതരാഷ്ട്രരുടെ സന്ദേശം താഴെ പറയുന്ന വാക്കുകളിൽ വിതുരൻ അറിയിച്ചു. നിന്റെ ഭ്രാതാക്കൾക്ക് ഞാൻ അവിടെ ഒരു സഭ പണിയിച്ചിരിക്കുന്നു. അത് വന്ന് കാണുക. ഉണ്ണി, നിങ്ങൾ വന്ന് ഭ്രാതാക്കളോട് ചേർന്ന് സുഹൃദ്യം ചെയ്തു രമിക്കുക. നിങ്ങളുമായി ചേരുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. യുധിഷ്ഠിരൻ, ചൂതിൽ കലഹമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ദ്യുതം, അതായത് യുക്തമാണെന്ന് ഇളയച്ഛന് തോന്നുന്നുണ്ടോ? വിതുരൻ പറഞ്ഞു, ചൂത് അനർത്ഥത്തിൻ്റെ വിത്താണെന്ന് ഞാൻ കരുതുന്നു. അതില്ലാതാക്കാൻ ഞാൻ വളരെ പരിശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. രാജകൽപ്പനയുമായി എന്നെ അയക്കുകയാണ് ഉണ്ടായത്. യുധിഷ്ഠിരൻ പറഞ്ഞു, മകന് അച്ഛനെന്നും പ്രിയപ്പെട്ടവനാണ്. വല്യച്ഛൻ്റെ ആജ്ഞയെ ഞാൻ ധിഖരിക്കുകയില്ല. ധാർത്തരാഷ്ട്രമൊഴികെ മറ്റൊരാടും ഞാൻ ചൂതുകളിയിൽ ഇല്ല. എന്നാൽ ആരെങ്കിലും എന്നെ വെല്ലുവിളിച്ചാൽ ഞാൻ പിന്മാറുകയില്ല. അതെൻ്റെ ജീവിതവ്രതമാണ്. പാണ്ഡവന്മാർ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു. അടുത്ത ദിവസം തന്നെ പാണ്ഡവന്മാർ കുന്തിദേവിയോടും ദ്രൗപദിയോടും അനുയായികളോടും കൂടി ഹസ്തിനപുരിയിലെത്തി. ധൃതരാഷ്ട്രർ, ഗാന്ധാരി, ദ്രോണർ, കൃപർ തുടങ്ങിയവരെല്ലാം വന്ദിച്ചു ഹസ്തിനപുരവാസികളെയെല്ലാം പാണ്ഡവരുടെ ആഗമനത്തിൽ ആഹ്ലാദിച്ചു. എന്നാൽ ചന്ദ്രമുഖിയായ പാഞ്ചാലിയുടെ
പാലൊളി വീശുന്ന അംഗലാവണ്യം കണ്ടപ്പോൾ ദുര്യോധനാദികളുടെ പത്നിമാരുടെ മുഖം ചന്ദ്രരശ്മി ഏൽക്കുമ്പോൾ കൂമ്പുന്ന താമരപ്പൂ പോലെയായി. പാണ്ഡവന്മാരെ സ്വീകരിക്കുന്നതിന് തയ്യാറായിരുന്ന വിഭവസമർത്ഥമായ സദ്യയും പാട്ടും നൃത്തവുമെല്ലാം അവർ ആസ്വദിച്ചു. അന്നു രാത്രി ആനന്ദകരമായി കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം കാലത്ത് യുധിഷ്ഠിരൻ സഹോദരന്മാരാൽ അനുഗമിക്കാൻ ഉദ്ദേശിച്ചു സഭയിൽ പ്രവേശിച്ചു. അവിടെയുണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് അവരെ സ്വീകരിച്ചു. പാണ്ഡവന്മാർ ആസനസ്ഥരായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്നു. അപ്പോൾ ശകുനി പറഞ്ഞു, രാജാവേ, എല്ലാവരും ചൂത് കളിക്കാൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. ഹേയ് യുധിഷ്ഠിര, ചൂത് കളിക്കാൻ തയ്യാറാകുക. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ ധാർത്തരാഷ്ട്രന്മാരോട് സുഹൃത്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തീർത്തും സൗഹൃദപൂർവ്വം. താങ്കൾ കള്ളച്ചൂത് കളിക്കുന്നവനാണ്. ചതിയിലുള്ള ചൂതുകളി പാപമാണ്. അതിൽ ക്ഷത്രിയപരമായ പരാക്രമമോ ശാശ്വതമായ നീതിയോ ഇല്ല. യുധിഷ്ഠിര, ചൂതുകളി നമുക്ക് ജയവും തോൽവിയും നൽകുന്നു. ഓരോരുത്തരും ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. ജയവും തോൽവിയും ഓരോരുത്തരുടെ കഴിവിനെയും കഴിവുകേടിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഭവാൻ എന്നോട് ചൂതിൽ ഇടയുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചതിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചൂതിൽ നിന്ന് പിന്മാറിക്കൊള്ളുക. ഭയമുണ്ടെങ്കിൽ പിന്മാറിക്കൊള്ളുക. വിളിച്ചാൽ പിന്തിരിഞ്ഞോടുന്നവനല്ല എന്ന് എനിക്ക് ദൃഢമായ ഒരു വ്രതമുണ്ട്. വിധി ബലവാനാണ്. ഞാൻ ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവനാണ്. ഭവാനോട് കളിക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. യുധിഷ്ഠിരൻ തുടർന്നു, എന്താണ് പന്തയം വയ്ക്കുന്നത് എന്നറിഞ്ഞാൽ നമുക്ക് കളി തുടങ്ങാം. ദുര്യോധനൻ പറഞ്ഞു, ധനരത്നങ്ങൾ എന്താണെങ്കിലും ഞാൻ പന്തയം വെക്കും. എൻ്റെ പേർക്ക് അമ്മാവൻ കളിക്കും. യുധിഷ്ഠിരൻ, അന്യൻ്റെ പേർക്ക് മറ്റൊരാൾ നടത്തുന്ന ചൂത് നിയമവിരുദ്ധമായി ഞാൻ കരുതുന്നു. എങ്കിലും ഞാൻ സമ്മതിച്ചു. നമുക്ക് കളി തുടങ്ങാം. ആദ്യമായി സ്വർണത്തിൽ കോർത്ത അമൂല്യമായ ഒരു രത്നഹാരം യുധിഷ്ഠിരൻ പന്തയമായി വെച്ചു. അതിനു തക്ക വിലപിടിപ്പുള്ള ദുര്യോധനനും പങ്കുവച്ചു. ആ കളിയിൽ ശകുനി ജയിച്ചു. അടുത്ത കളിയിൽ അസംഖ്യം പൊന്നും വെള്ളിയും നിറച്ചുള്ള ഭണ്ഡാരങ്ങളാണ് യുധിഷ്ഠിരൻ പന്തയം വെച്ചത്. ശകുനി ജയിച്ചതുകൊണ്ട് അതും നഷ്ടപ്പെട്ടു. യുധിഷ്ഠിരന് കൂടുതൽ വാശിയായി. ചൂതുകളിയുടെ വീര്യം മനസ്സിൽ കടന്നുകൂടിക്കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ അതിൽ ഭ്രാന്തനായി തീർന്നു. തൻ്റെ എതിരാളി ആരായാലും കൊള്ളാം, താൻ വയ്ക്കുന്ന പന്തയം ഏതായാലും വേണ്ടില്ല, ചൂത് കളിക്കണമെന്ന ഒരേ ഒരു ചിന്തയിൽ മാത്രം അദ്ദേഹം ലീലനായി. ഓരോ കളിയും തോൽക്കുമ്പോഴും അടുത്ത കളിയിലേക്കുള്ള വിജയപ്രതീക്ഷ അദ്ദേഹത്തെ ചൂതുകളിയുടെ അപകടകരമായ അഗാധഗർത്തത്തിലേക്ക് വലിച്ചിഴച്ചു. അദ്ദേഹത്തിൻ്റെ സമനില തെറ്റി മാനസിക വിഭ്രാന്തിയിലെത്തിച്ചേർന്നു. രാജരഥങ്ങൾ, ആയിരക്കണക്കിനുള്ള ദാസികൾ, ദാസന്മാർ, മത്തഗജങ്ങൾ, തേരുകൾ, അശ്വങ്ങൾ, യോദ്ധാക്കൾ, ഓരോന്നിലും 5 കുടം സ്വർണം നിറച്ച് താമ്രലോഹം കൊണ്ട് മൂടിവച്ചിട്ടുള്ള 400 നിധികൾ, നാട്ടിൻപുറം, പട്ടണം, രാജ്യം എന്നിങ്ങനെ ഓരോന്നായി പന്തയം വെച്ച് യുധിഷ്ഠിരൻ ചൂത് കളിച്ചു. എല്ലായ്പ്പോഴും കള്ളച്ചൂത് കളിക്കുന്നതിൽ വിതുരനായി ശകുനി ജയിക്കുകയും പന്തയം വെച്ചതെല്ലാം യുധിഷ്ഠിരന് നഷ്ടമാകുകയും ചെയ്തു. അങ്ങനെ പണയം വെച്ച് ധനങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്തതായി രക്താക്ഷനും സിംഹസ്കന്ദനും മഹാഭുജനുമായ നകുലിനെയാണ് യുധിഷ്ഠിരൻ പന്തയം വെച്ചത്. അതും തോറ്റപ്പോൾ പണ്ഡിതൻ എന്ന് പേരെടുത്ത സഹദേവനെ പണയം വെച്ചു. അതും തോറ്റു. ഒരരിശമൂത്ത് കിണറ്റിൽ ചാടിയാൽ 7 അരിശം കൊണ്ടും അതിൽ നിന്ന് കരകയറാൻ പറ്റുകയില്ലെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ഉന്മത്തനായി കുണ്ടിൽ ചാടുന്നവൻ ഇളകാൻ ശക്തിയില്ലാതെ അവിടെ തന്നെ നിന്നു പോകുന്നു. യുധിഷ്ഠിരൻ്റെ സ്ഥിതി അതുപോലെയായി. മാതൃസൂതന്മാർ പന്തയത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും ചൂതാട്ടം നിർത്താൻ യുധിഷ്ഠിരൻ തയ്യാറായില്ല. മറ്റുള്ളവർ പലതും, അതായത് അർജുനനും ഭീമനും ഉൾപ്പെടെ പലരും പറയുന്നത് നിർത്തിക്കോളൂ എന്ന് പറയുന്നെങ്കിലും യുധിഷ്ഠിരൻ ഭ്രാന്തമായ ചൂതുകളിയുടെ ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ശത്രുക്കളെ എപ്പോഴും ജയിക്കുന്നവനും രാജപുത്രനും തേജസ്വിയുമായ അർജുനൻ പന്തയം വയ്ക്കാൻ പറ്റിയ വസ്തുവല്ല. എന്നാലും അവനെയും പന്തയം വെച്ച് ഞാൻ നിന്നോട് കളിക്കുന്നു. ശകുനിക്ക് സന്തോഷമായി. അവൻ തന്നെ ഈ പ്രാവശ്യവും ജയിച്ചു. അവൻ പറഞ്ഞു, പാണ്ഡവന്മാരിൽ ധനുർധനായ സസ്യവാജിയെയും ഞാൻ ജയിച്ചിരിക്കുന്നു. ഇനിയും നിന്റെ മുതലായി ഭീമൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ. അവനെയും പണയം വെച്ചുകൊള്ളുക. യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങനെ തന്നെ. ഭീമൻ ബലം കൊണ്ട് എതിരില്ലാത്തവനും വീരനും ശത്രുജ്ഞനും അതുല്യനുമാണ്. അവരെ തന്നെ പന്തയം വെച്ച് ഞാൻ കളിക്കുന്നു. ആ കളിയിലും ശകുനി തന്നെ ജയിച്ചുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനിയും പന്തയം വയ്ക്കുന്നതിന് ഒന്നും ശേഷിച്ചില്ലാത്ത ബോധ്യമായപ്പോഴും യുധിഷ്ഠിരൻ്റെ വാശി അവസാനിച്ചില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, ഇനിയും ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്നെ തന്നെ പന്തയം വയ്ക്കുന്നു. തോറ്റാൽ ഞാനും മറ്റുള്ളവരെ പോലെ ദാസവൃത്തി എടുത്തുകൊള്ളാം. ശകുനിക്ക്
ജയിക്കാൻ ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല. അവൻ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ ജയിച്ചിരിക്കുന്നു, ഞാൻ ജയിച്ചിരിക്കുന്നു. യുധിഷ്ഠിരൻ ഇത് കർത്തവ്യമൂഢനായിരുന്നു. ശകുനി വിട്ടില്ല. ശകുനി പറഞ്ഞു, രാജാവേ, അങ്ങയ്ക്ക് ഭാര്യയുണ്ട്, അവൾ പരാജയപ്പെട്ടിട്ടില്ല. പാഞ്ചാലിയെ പന്തയം വെച്ച് കളിച്ച് ജയിക്കുക. യുധിഷ്ഠിരന് ചൂള് കഴിയുള്ള ഉന്മാദം അതിൻ്റെ ഉച്ചകോടിയിലെത്തി. അവസാനത്തെ പന്തയമായി പാഞ്ചാലിയെ തന്നെ ചൂതാടി ജയിക്കണമെന്ന വ്യാമോഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു. മുൻപിൽ നോക്കാതെ വാശിയോടെ അദ്ദേഹം പറഞ്ഞു, പാഞ്ചാലി അനർഹയാണ്, എങ്കിലും അവളെ പന്തയം വെച്ച് ഞാൻ നിന്നോട് കളിക്കുന്നു. ഇത് കേട്ടപ്പോൾ സഭയിലുണ്ടായിരുന്ന സദസ്യർ ഞെട്ടിപ്പോയി. ഭീഷ്മനും ദ്രോണനും കൃപനുമെല്ലാം വിയർത്തു കുളിച്ചു. വിതുരൻ നിശ്ചേഷ്ടനായി താഴ്ത്തിയ തല കൈകൊണ്ട് താങ്ങിയിരുന്നു. സദസ്യർ വികാരവിവശരായി. ഛായ് ഛായ്, എന്തു പറഞ്ഞു? അവരുടെ കണ്ണുകൾ സജലങ്ങളായി. ദുര്യോധനാദികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ധൃതരാഷ്ട്രൻ്റെ വികാരം അദ്ദേഹം മറച്ചുവെച്ചില്ല. ഹർഷാവരത്തോടെ അദ്ദേഹം ചോദിച്ചു, ആര് ജയിച്ചു, ആര് ജയിച്ചു? ചൂതാടിയിട്ട് ശകുനി വിളിച്ചു പറഞ്ഞു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. സദസ്സ് ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. ധാർത്തരാഷ്ട്രരൊഴികെ മറ്റെല്ലാവരും മരിച്ചതുപോലെ അവരുടെ ഇരിപ്പിടങ്ങളിലിരുന്നു. ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നതിനുള്ള ആകാംക്ഷ എല്ലാവരുടെയും മുഖത്തും നിഴലിച്ചിരുന്നു. പൊടുന്നനവെ ഒരു പൊട്ടിച്ചിരി കേട്ടു. ക്രൂരമായ ഒരു ചിരി. ദുര്യോധനായിരുന്നു ആ ചിരിയുടെ ഉടമസ്ഥൻ. തുടർന്നു അവൻ പറഞ്ഞു, അല്ലയോ വിതുരരെ, താങ്കൾ പോയി ദ്രൗപദിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. അവൾ എൻ്റെ ദാസയായി തീർന്നിരിക്കുന്നു. അവൾ എൻ്റെ ഗൃഹം അടിച്ചു വാരട്ടെ. വിതുരൻ, ഛേ മൂടാ, നീ എന്തു പറഞ്ഞു? ദ്രൗപദി നിന്റെ ദാസിയോ? യുധിഷ്ഠിരൻ തന്നെ പന്തയത്തിൽ വെച്ച് തോറ്റപ്പോൾ അവൻ അടിമയായി കഴിഞ്ഞു. ഒരടിമയ്ക്ക് സ്വതന്ത്രരെ പന്തയം വയ്ക്കാൻ അവകാശമില്ല. അപ്രകാരം പന്തയം വെച്ചാൽ അത് സാധുവല്ല. അടിമയായവനിൽ നിന്നും കിട്ടുന്ന പന്തയ വസ്തു സ്വപ്നത്തിൽ കിട്ടുന്ന ധനം പോലെ അനുഭവയോഗ്യമാവുകയില്ല. അതുകൊണ്ട് പാഞ്ചാലി ദാസിയായിട്ടില്ല. എടാ ദുര്യോധന, നിന്റെ നാശം അടുത്തു കഴിഞ്ഞു. മുള അതിൻ്റെ നാശകാലത്തെ പൂക്കുകയുള്ളൂ. അതുപോലെയാണ് നിന്റെ സ്ഥിതി. മാൻഷി ബാഖ്രാവോട് എതിർക്കുകയാണ്. നീ കാലിൻ്റെ കയറാൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ദുര്യോധനൻ്റെ പുച്ഛത്തോടെ വിതുരനെ നോക്കി അവൻ പറഞ്ഞു. അവൻ്റെ ഒരു കിങ്കരനായ പ്രതികാമിയെ വിളിച്ചു പറഞ്ഞു, ഈ വിതുരൻ ഒരൽപ്പനാണ്. നീ ഒട്ടും ഭയപ്പെടാതെ പോയി ദ്രൗപദിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. പ്രതികാമി ദ്രൗപദിയുടെ മുറിയിലെത്തി. അവളോട് പറഞ്ഞു, ഭവതിയെ പന്തയം വെച്ച് മഹാരാജാവ് ചൂതാടി തോറ്റു. ഭവതി ഇപ്പോൾ ദുര്യോധനൻ്റെ ദാസിയാണ്. വരൂ, സദസ്സിലേക്ക് വരൂ. ദ്രൗപദി അത്ഭുതത്തോട് ചോദിച്ചു, എന്ത്? ഭാര്യയെ പന്തയം വെച്ച് ചൂതാടിയെന്നോ? അദ്ദേഹത്തിന് പന്തയം വയ്ക്കാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലേ? പ്രതികാമി, ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ഭവതിയെ പന്തയം വെച്ചത്. ആദ്യം സഹോദരന്മാരെ, പിന്നെ അദ്ദേഹത്തെ തന്നെ. അതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഭവതിയെ പന്തയം വെച്ചു. ദ്രൗപദി പറഞ്ഞു, രാജാവ് അദ്ദേഹത്തെ പണയപ്പെടുത്തിനു ശേഷമാണോ എന്നെ പണയം വെച്ചത്? അതോ എന്നെ പണയപ്പെടുത്തിനു ശേഷമാണോ അദ്ദേഹം പണയത്തിലായത്? ആദ്യം എന്താണ് ഉണ്ടായെന്ന് അറിഞ്ഞു വരിക. അതിനുശേഷം ഞാൻ അവിടേക്ക് വരാം. പ്രതികാമി സഭയിൽ വന്ന് യുധിഷ്ഠിരനോട് ഈ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറയാതെ മൗനിയായിരുന്നേയുള്ളൂ. ഉടൻ ദുര്യോധനൻ പറഞ്ഞു, ദ്രൗപദി തന്നെ സഭയിൽ വന്ന് ഈ ചോദ്യം യുധിഷ്ഠിരനോട് ചോദിക്കാൻ പറയുക. പ്രതികാമി വീണ്ടും ദ്രൗപദിയുടെ അടുത്തെത്തി. ഭവതിയെ സദസ്യർ വിളിക്കുന്നു എന്ന് മാത്രം അറിയിച്ചു. ദ്രൗപദി, എന്നെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തുന്നത് ധർമ്മമല്ല. ഈ വിവരം സഭാവാസികളെ അറിയിക്കുക. നീതിമാന്മാരും ധർമാത്കളുമായ ആ ശ്രേഷ്ഠന്മാർ കൽപ്പിക്കുന്നത് ഞാൻ അനുസരിച്ചു കൊള്ളാം. പ്രതികാമി സദസ്സിലെത്തി. പറഞ്ഞ വാക്കുകൾ സദസ്യരെ അറിയിച്ചു. എന്നാൽ ജ്വലിച്ചു നിൽക്കുന്ന ദുര്യോധനന്റെ രൗദ്രഭാവം കണ്ട് എല്ലാവരും നിശബ്ദരായിരുന്നതേയുള്ളൂ. ദുര്യോധനൻ ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വീണ്ടും വീണ്ടും പ്രതികാമിയോട് ആജ്ഞാപിച്ചു. എന്നാൽ പുലിയെപ്പോലെ ചീറി നിൽക്കുന്ന ദ്രൗപദിയുടെ ഓർമ്മ മനസ്സിൽ തങ്ങി നിന്ന പ്രതികാമി എന്തു ചെയ്യണമെന്നറിയാതെ നിശബ്ദനായി നിന്നു പരുങ്ങി. ഇത് മനസ്സിലാക്കിയ ദുര്യോധനൻ അനുജനായ ദുശാസനോട് പറഞ്ഞു, ദുശാസന, നീ തന്നെ പോയി പാഞ്ചാലി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. അടിമകളായ പാണ്ഡവർക്കും നിന്നോടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കേൾക്കാത്ത താമസം ദുശാസനൻ പാഞ്ചാലിയുടെ അടുത്തേക്ക് കുതിച്ചു. അവൻ അധികാരസ്വരത്തിൽ പാഞ്ചാലിയോട് പറഞ്ഞു, ദ്രൗപദി, വരൂ വരൂ, നിന്നെ ചൂതിൽ ഞങ്ങൾ നേടിക്കഴിഞ്ഞു. നീ ഞങ്ങളുടെ അടിമയായിരിക്കുന്നു. സഭയിലേക്ക് വന്ന് ദുര്യോധനെ കാണുക. ലജ്ജിക്കേണ്ട, നടക്കൂ. ക്രൂരനായ ദുശാസനന്റെ ആജ്ഞാരീതിയിലുള്ള വാക്കുകൾ കേട്ട് പരിഭ്രമിച്ച് ദ്രൗപദി എഴുന്നേറ്റു. 2 കൈകൾ കൊണ്ടും മുഖം പൊത്തിക്കൊണ്ട് സ്ത്രീകൾ നിന്നിരുന്ന ഭാഗത്തേക്ക് ഓടി. നിൽക്കടി അവിടെ, ദാസി, നീ എങ്ങോട്ട് പോകുന്നു എന്നലറിക്കൊണ്ട് അവളുടെ പിന്നാലെ ഓടിച്ചെന്ന് അവളുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ചു വലിച്ചിഴച്ചു. ദ്രൗപദി പറഞ്ഞു, മൂടാ, ഞാൻ തീണ്ടാർന്നവളാണ്.
ഒറ്റച്ചേല മാത്രമേ ഉടുത്തിട്ടുള്ളൂ. ഈ നിലയിൽ എന്നെ സഭയിലേക്ക് കൊണ്ടുപോകരുത്. നീ ഒറ്റ വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂവെങ്കിലും ഒന്നും ധരിച്ചില്ലെങ്കിലും എനിക്കെന്താണ്? നീ ഞങ്ങളുടെ ദാസിയാണ്. ദാസികൾ വസ്ത്രം ധരിക്കണമോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. നടക്ക്. സംഭ്രമജനകമായ കഥകൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായും പറയും. നമസ്കാരം. നന്ദി.